ഹൈ ഗോൾഡൻ ദേശി കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമ്മുടെ ചെടികളെയൊക്കെ നമ്മൾ ഈ മഴയത്ത് എങ്ങനെ പരിപാലിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അദീനയും തന്നെ എടുക്കാം. ഇപ്പോൾ മഴ അധികം വേണ്ടാത്തൊരു സമയമാണ്. എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അദീനയും പഴുത്തിട്ട് ഇലയെല്ലാം പഴുത്ത് പോലെ ഇതുണ്ടോ ഇതേപോലെ പഴുത്ത് ഇലയെല്ലാം നശിച്ചു പോകും. പിന്നെ വേണമെന്നിരിക്കില്ല അതേ വല്ല ചീച്ചിലുമൊക്കെ വരും. അതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്ത സ്ഥലത്ത് വയ്ക്കുക. എന്നുവെച്ചാൽ നമുക്ക് ഇത് കണ്ടോ ഈ ചെടിയൊക്കെ കണ്ടോ അതൊക്കെ ഇച്ചിരിച്ച് വെള്ളം ഇപ്പം അങ്ങോട്ട് വീഴുന്ന ഈ സമയത്ത് ഈ ഇലയൊക്കെ ഇങ്ങനെ പൊഴിയും. പക്ഷേ ചീച്ചിൽ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെന്നൊരു നമ്മുടെ ചെടിയെല്ലാം പോകും കേട്ടോ. എപ്പോഴും നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ പൂവിനെ ഇനിയിപ്പം ശ്രദ്ധിക്കണമെന്നില്ല. മഴയായില്ലേ, ചെടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ചുവട്ടിലൊന്നും അധികം വളമൊന്നും ആരും ഇട്ട് കൊടുക്കരുത്, വെള്ളവും കൊടുക്കരുത്. അത്യാവശ്യത്തിന് ഒരു ശകിലിച്ച ഇലവഴിയൊക്കെ അങ്ങ് നനച്ച് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ആ ചെടികളൊക്കെ നേരത്തെ നമ്മൾ വളം ഇട്ടില്ലേ, ആ വളം മാത്രം മതി. ഞാൻ ഈയിടെ അത് ചെയ്തതാണ്, പിന്നെ കട്ട് ചെയ്ത് വിട്ടിട്ട് അത് നന്നായിട്ട് ഇതൊക്കെ വന്നു. പിന്നെ തളിപ്പുകൾ വന്നുണ്ടോ, ഇതൊക്കെ അതിന് പ്രത്യേക തളിപ്പുകൾ വന്നതാണ് കേട്ടോ. അപ്പം നമ്മളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്ര രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിനെ നന്നായിട്ട് പരിപാലിച്ചില്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒരു ചെളുക്ക് വരും. പിന്നെ ചീഞ്ഞ് അതങ്ങ് പോയി. ഇതൊക്കെ ഇന്നാളെ ഞാൻ ബ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. അതിനെല്ലാം കുഞ്ഞി ഇത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂമ്പ് 2-3 കൂമ്പ് വീതം വരും. ഇത് അരി ഞാൻ നട്ടിട്ട് ആക്കി വെച്ചതാണ്. പിന്നെ എൻ്റെ ചുവട്ടിലും കൊണ്ടോ അതിന് ചീച്ചിൽ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ അദീനത്തെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അദീനം ഇനിയിപ്പം എത്രയാണെന്ന് പറഞ്ഞെന്നാലും ഒരെണ്ണത്തിന് 250 രൂപയിൽ കുറഞ്ഞിട്ട് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ റോസസുന്ദരിമാരെയാണേലും വലിയ അടമഴയുള്ളിടത്ത് വെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെന്നൊരിക്കൽ അതൊക്കെ ഇലയിലൊക്കെ നല്ല ഇത് വന്ന് കേട് വന്ന് സൈസ് ജീവികളുണ്ടല്ലോ, അവർ വന്ന് നമ്മുടെ ഇലകളെല്ലാം നശിപ്പിച്ച് ആ ചെടികളെ നശിച്ചു പോകും. പിന്നെ വലിയ ചട്ടിയിലൊക്കെ റോസ് ചെടികൾ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരു വലിയ ചട്ടി എടുത്ത് അതിനകത്ത് 2 വീതം ഞാനങ്ങ് നട്ടു. ഇവിടുന്ന് കൊണ്ടുവന്നിട്ടേ നമ്മുടെ ചെടിക്കടയിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ 2 വീതം നട്ടു. അപ്പോൾ ചട്ടി നിറച്ചാകുകയും ചെയ്തു. ഒത്തിരി വെള്ളം നേരിട്ടങ്ങ് വീഴാത്ത സ്ഥലത്തായിട്ട് വേണം ഇതൊക്കെ വെക്കാനായിട്ട്. അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ച് വയ്ക്കുന്ന ചെടികൾ ഞാൻ നാളെ കാണിച്ചു തരാം. എന്ത് പൂക്കളാണ് ഉണ്ടാകുന്നതെന്നറിഞ്ഞോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചെടികളെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ വെള്ളം ഇവർക്കും അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഈ ചെടികൾക്കൊന്നും മതി. ഇതൊക്കെ ഓരോരോ തരം ഇലച്ചെടികളാണ്. പിന്നെ ചട്ടി നിറഞ്ഞങ്ങ് നിൽക്കട്ടെ എന്ന് വെച്ചാൽ പിന്നെ കൊല്ലം അതിനൊന്നും എടുത്ത് മാറ്റി വെച്ചില്ല, റീപോർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇച്ചിരി കഴിഞ്ഞ് വേനൽക്കത്തെ ഉണക്കാണത്. അതിൻ്റെ ഉണക്കിൽ നിന്നും അതിങ്ങോട്ടൊന്ന് രക്ഷപ്പെട്ട് വന്നില്ല. ഇതില്ല, അതിൻ്റെ ഇലകളെല്ലാം ഒരുമാതിരി ഉണങ്ങിയാണ് നിൽക്കുന്നത്. ഞാനതൊക്കെ കട്ട് ചെയ്ത് ഇത് പിന്നെ ഇച്ചിരി വെള്ളം അധികം ഉള്ളിടത്തായിപ്പോയി. അതുകൊണ്ടാണ്. അതുകൊണ്ടോ അതിൻ്റെ ഇലയ്ക്കെല്ലാം ഒരു പഴുപ്പൊക്കെ വന്ന് ഞാൻ അതിനെ എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം കണ്ടോ, ആ ചെടി കണ്ടോ കറക്റ്റ് അതിന് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് വെയിലും അടിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു അതിരുന്നത്. അതിൻ്റെ ഇലയ്ക്ക് ഒരു കേടുമില്ല. ഇച്ചിരി ഉണക്കൊക്കെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വേറൊരു ടൈപ്പാണ്. ഇതൊക്കൊന്നും ഒത്തിരി വെള്ളവും വേണ്ട, ഒത്തിരി പിന്നെ വെയിലും വേണ്ട, അങ്ങനെയുള്ള സ്ഥലത്താണ്. ഇവർ ഇച്ചിരി ഒരു ചീച്ചിൽ പോലെ വന്നിട്ടുണ്ട്. ഞാൻ അന്നേരം അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അവരെടുത്ത് ഞാൻ സുന്ദരിമാരാക്കി ഞാൻ ഒരു കുഴപ്പമില്ലാതെ വന്നിട്ട്. പിന്നെ ഇവള് വേറൊരു ടൈപ്പാണ്. ഇതൊന്നും ഒത്തിരി വെയിലൊന്നും മഴയൊന്നും ഇതിന് വേണ്ട. അതാണ്, ഒത്തിരി ചൂടൊന്നും എനിക്ക് വേണ്ട. അതാണ് അവരുടെ ആ പ്രത്യേകത. പിന്നെ ഇത് കേട്ടോ, ഈ സുന്ദരീനെ കണ്ട, ഇവളിപ്പോഴാണ് ഞങ്ങൾക്ക് പൂ തരാൻ തുടങ്ങിയതേ ഉള്ളൂ. വൈകുന്നേരമാണ് അവൾ പൂ വിളിക്കുന്നത്. പൂ വിടർന്ന് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് കമൻസൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ബൈ.